Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ സ്റ്റെപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടാറുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ന്യൂസ് കുറച്ചധികം അപ്ഡേറ്റ്സിന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്ന iOS 17.0.3 ആൻഡ് iPadOS 17.0.3 എന്ന രണ്ട് അപ്ഡേറ്റ്സ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഡിവൈസിന് മാത്രമുള്ളൂ ഒഫീഷ്യൽ അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ശരിക്കും പറയുന്നത് നമ്മുടെ 15 സീരീസിൽ ഓവർ ഹീറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനും കുറച്ചധികം സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതിൻ്റെ ഫുൾ ഫ്ലെഷ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക, നിങ്ങളുടെ ഡിവൈസ് അതേപോലെ അപ്ഡേറ്റ് ചെയ്യാനും നോക്കുക. അപ്പോൾ ആ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ iTunes യൂസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ അതും എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട്. എല്ലാ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ പുതിയ ബേറ്റയുടെ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. iOS 17.1 ബേറ്റ 2 റിലീസ് ഉണ്ട്. WatchOSൻ്റെ പുതിയ ബേറ്റ ഇറക്കിയിട്ടുണ്ട്. macOS, tvOS എന്നീ പറഞ്ഞ എല്ലാ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും കുറച്ചധികം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ആൻഡ് ഫൈനൽ കട്ട് പ്രോ അല്ലെങ്കിൽ FCPX യൂസ് ചെയ്യുന്നവർക്കും iMovies എന്ന് പറഞ്ഞ രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്കും പുതിയ ആപ്പിൻ്റെ അപ്ഡേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷനും നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ October 5 എന്ന് പറഞ്ഞാൽ ആപ്പിൾ എന്തൂസിയാസ്റ്റുകാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ആപ്പിൾ പാർക്കിൽ അത്യാവശ്യം സങ്കടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ആപ്പിളിന് എത്രത്തോളം പൊക്കിക്കൊണ്ട് വന്ന അല്ലെങ്കിൽ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർത്തിരിക്കുന്ന ആ ഒരു പേര് സ്റ്റീവ് ജോബ്സ്. യെസ്, സ്റ്റീവ് ജോബ്സ് മരിച്ച ആ ഒരു ദിവസമാണ് October 5 എന്ന് പറയുന്നത്. 2011 പുള്ളിക്കാരൻ്റെ ആ ഡെത്ത് വന്നത്. അതുകൊണ്ട് തന്നെ October 5 അവിടെ കുറച്ചധികം കാര്യങ്ങളൊക്കെ നടന്നതാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ ടിം കുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഈ ട്വിറ്ററിൽ എക്സിൽ കുറച്ചധികം ഫോട്ടോസൊക്കെ ഇട്ടു എന്നും ഞാൻ കണ്ടു. ട്വീറ്റ് നമുക്ക് കാണാൻ പറ്റി. അടുത്തൊരു കാര്യം, ഈ പറഞ്ഞ ആപ്പിൾ ഫാൻസ് വെയിറ്റ് ചെയ്യുന്ന വേറെ കുറച്ച് പ്രൊഡക്ട്സാണ്. ഒക്ടോബർ റിലീസാകും അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഷം അവസാനം അല്ലെങ്കിൽ ജാനുവരിയുടെ തുടക്കം തന്നെ റിലീസാകുമെന്ന് പറയുന്ന കുറച്ചധികം പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ 4 പ്രൊഡക്റ്റുകൾ ഞാൻ പറയാം. അതിൽ ഒന്നാമതാണ് iPad mini, രണ്ടാമത് നമ്മുടെ ഈ പറയുന്ന iPadൻ്റെ 11th ജനറേഷൻ, മൂന്നാമത് iPad Air M2, നേരത്തെ റിലീസായ M2 Pro സീരീസ് ആയിരുന്നു, ഇപ്പോൾ എയറിലേക്ക് M2 സീരീസ് വരെയാണ്. ഈ പറഞ്ഞ എയർ 2 സൈസിലുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. യൂഷ്വലി നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന ആ 11 ഇഞ്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ 12 ഇഞ്ചിൻ്റെ ഒക്കെ വരുന്ന ആ ഒരു സൈസിലും, പിന്നീട് പ്രോ സീരീസിൻ്റെ കുറച്ചുകൂടെ വലുതാണ് ആ ഒരു സൈസിലേക്കും iPad Air ജമ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 2 സൈസിലും iPad Air വരാൻ ചാൻസ് ഉണ്ട്. 4th വൺ അല്ലെങ്കിൽ നമ്മുടെ അവസാനത്തെ പ്രൊഡക്റ്റാണ് ഈ പറയുന്ന iPad Pro വിത്ത് M3 എന്ന് പറയുന്നത്. M3 എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രോ ലൈനപ്പിൽ അല്ലെങ്കിൽ ഈ പറയുന്ന iPad ലൈനപ്പിൽ ഏറ്റവും ടോപ്പ് നോച്ചായിട്ട് വരാൻ പോകുന്നത് M3യുടെ ഈ ഒരു iPad Air ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാജിക് കീബോർഡ്, എന്താ പറയുക, ഒരു പുതിയ റീഡിസൈൻഡ് ആയിട്ടുള്ള മാജിക് കീബോർഡ് വരാനും ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഇയർ ഒക്കെ വന്ന അല്ലെങ്കിൽ ഇപ്പോൾ പോലും നമ്മൾ കറൻ്റ് യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാജിക് കീബോർഡാണ്. ആപ്പിളിന് 2030 ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഗോൾ അനുസരിച്ച് കാർബൺ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയായിട്ട് ഇപ്പോൾ അലൂമിനിയത്തിലേക്ക് ജമ്പ് ചെയ്യാണ് ഈ പറയുന്ന മാജിക് കീബോർഡ് കൊണ്ടുപോകാൻ പോകുന്നത്. അതേപോലെ iPadൽ യൂസ് ചെയ്യുന്ന ആപ്പിൾ പെൻസിലിൻ്റെ 3rd ജനറേഷൻ വിത്ത് USB-C ടൈപ്പ് വരാൻ ചാൻസ് ഉണ്ട്. USB-C ടൈപ്പ് മാത്രമാണ് ഇനി ആപ്പിൾ പെൻസിലേക്ക് മാറാനുള്ളൂ. കാരണം ലാസ്റ്റ് ഇയർ ഇറങ്ങിയ iPadൻ്റെ 10th ജനറേഷനിൽ നമുക്ക് USB-യുടെ 1st ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ്നിങ് ആണ് നമുക്ക് കിട്ടിയത്. അത് നമ്മുടെ ബാക്കിൽ അറ്റാച്ച് ചെയ്യാനും പറ്റില്ലായിരുന്നു. അതിന് പകരമായിട്ട് നമ്മൾ വേറൊരു അഡാപ്റ്റർ വാങ്ങിച്ച് നമ്മുടെ ആപ്പിൾ പെൻസിൽ ചാർജ് ചെയ്യണം.
പക്ഷേ ഇനി മുതൽ നമ്മുടെ 3rd ജനറേഷൻ ആപ്പിൾ പെൻസിൽ USB-Cയും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, പിന്നെ നമുക്ക് ഈ പറഞ്ഞ കളർ കറക്ഷൻസ്, ആൻഡ് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ പറഞ്ഞ ടിപ്പ് നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആണ്. അത് നമുക്ക് ഇപ്പോഴും ടിപ്പ് മാറ്റാം, പക്ഷേ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ടിപ്പുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ 3rd ജനറേഷൻ ആപ്പിൾ പെൻസിൽ വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ലീക്സ് ആൻഡ് റൂമേഴ്സിലും മിഞ്ചിക്കോയും അതേപോലെ നമ്മുടെ മാർക്കബിലും പറഞ്ഞാണ്. ഈ ഒരു കാര്യം വരുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഈ ആപ്പിൾ പെൻസിലിൻ്റെ മാറ്റങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത്. അതേപോലെ നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ TV Plusൽ MLS, അതായത് മേജർ ലീഗ് സോക്കർ വരുന്നുണ്ട്. നമ്മുടെ മെസ്സിയുടെ ആ ഒരു ഇന്റർ മയാമിയുടെ കളി ഫുൾ നടക്കുന്നത് ഈ പറയുന്ന ആപ്പിൾ TV Plusലാണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 10-നോ 11-നോ നമ്മുടെ മെസ്സിയുടെ ഈ പറഞ്ഞ ഇന്റർ മയാമിലേക്ക് വന്നതും അതേപോലെ അവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളിലെ ഒരു ഡോക്യുമെൻ്ററി ആപ്പിൾ TV Plusൽ വരുന്നുണ്ട്. സോ ആപ്പിൾ TV സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും ആ ഒരു കാര്യം കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആപ്പിൾ TVയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ആപ്പിൾ ഈ പറഞ്ഞ ഫോർമുല 1 അഥവാ F1ലേക്ക് കാലെടുത്ത് വെക്കാൻ പോവാണ്. അത് വേറൊന്നുമല്ല, ഒരു കാറോ കാര്യങ്ങളോ കാര്യമില്ല, അവരുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് ആപ്പിൾ എടുക്കാൻ പോവാണ്. നമ്മുടെ MLS-ൻ്റെ കാര്യം നോക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ സ്പോർട്സിന് കുറേയധികം ആൾക്കാർ ആപ്പിൾ TV Plus എടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ആപ്പിളിൻ്റെ ബിസിനസ് കുറച്ചും ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ സ്പോർട്സ് മേഖല അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ കാര്യങ്ങൾ സ്ട്രീം ചെയ്യുന്ന ആപ്പിൾ TV എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫോർമുല 1 അത്യാവശ്യം നല്ല ഫേമസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ F1 എന്ന് പറയുന്നത്. ആ ഒരു F1ൻ്റെ സ്ട്രീമിംഗ് ലൈസൻസും ആപ്പിൾ എടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ടിം കുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ F1 ട്രാക്കിൽ പോയതും നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ iPhone 15ൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചധികം കഷ്ടമാണ്. എല്ലാവരും ആ ഒരു സീരീസിനെ 15 സീരീസിനെ കുറച്ചധികം അടച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുക. കാരണം ബാക്ക് ഗ്ലാസിന് കൊള്ളില്ല, ഇത്രയും നാളത്തെ ഐഫോണിൻ്റെ ക്വാളിറ്റി ടൈറ്റാനിയം വന്നപ്പോൾ കുറഞ്ഞു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി എന്താണ് ഇതിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആപ്പിളിൻ്റെ ബാക്ക് ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പറഞ്ഞ ഇവൻറ്റിൽ ആപ്പിളിൻ്റെ ബാക്കിൻ്റെ കുറച്ചധികം സെഗ്മെൻറ്റ്സ് കാണിച്ചു. ഇതിൽ നമ്മുടെ ഈ പറഞ്ഞ ബാക്ക് ഗ്ലാസ്സിൽ ഇപ്പോൾ വരുന്ന 15 സീരീസിൽ അലൂമിനിയം ഫ്രെയിം അറ്റാച്ച്ഡ് അല്ല. അതായത് നമ്മുടെ ഈ പറയുന്ന ഗ്ലാസ് ബാക്ക് ഒരു പീസ്, അതിൻ്റെ ബാക്കിൽ നമ്മുടെ മാക്സേഫൊക്കെ വരുന്ന ആ ഒരു ഇൻഡക്ഷൻ ചാർജറില്ലേ അതിൻ്റെ ഒരു പീസും അലൂമിനിയം ഫ്രെയിമും വേറെയാണ്. നേരത്തെ 14 Pro വരെ അല്ലെങ്കിൽ 14 Pro Max വരെ ആ അലൂമിനിയം ഫ്രെയിമിൽ തന്നെയായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ ബാക്ക് ഗ്ലാസ് വന്നുകൊണ്ടെന്ന് വെച്ചാൽ. പക്ഷേ അത് റീപ്ലേസ് ചെയ്യാൻ നല്ല കാശായിരുന്നു. അങ്ങനെ വന്നുകൊണ്ട് തന്നെയാണ് ഈ വട്ടം 4 സെഗ്മെൻ്റായിട്ട് നമ്മുടെ ആപ്പിളിൻ്റെ 15 സീരീസ് മാറ്റിയത്. അതുകൊണ്ട് തന്നെ 15 സീരീസ് ഭയങ്കര ഫ്രെജലാണ്, ബാക്കിലിരിക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ കുറേ യൂസേഴ്സ് പറയുന്നുണ്ട് ഇരുന്നപ്പോൾ ബാക്ക് ഗ്ലാസ് ക്രാക്കായി ഷാറ്റർ ചെയ്തു, ക്യാമറ പൊട്ടിപ്പോയി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ക്യാമറ പൊട്ടിപ്പോയെന്ന് പറയുന്നത് ഞാൻ അത്രയും വിശ്വസിക്കുന്നത്, കാരണം അത്യാവശ്യം നല്ല സഫർ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ് ക്യാമറ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്യാമറ പൊട്ടിപ്പോയെന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ട്വിറ്ററിലൊക്കെ വന്ന കുറേ ട്വീറ്റിൽ ഒരു ട്വീറ്റായിരുന്നു. പക്ഷേ ബാക്ക് ഗ്ലാസ് പൊട്ടിപ്പോകുന്നുണ്ട്, അത് സത്യം തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് 15 സീരീസ് യൂസ് ചെയ്യുക. ആരെയും പേടിപ്പിച്ചല്ല, ഞാൻ നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ പറഞ്ഞത് മാത്രമുള്ളൂ. ആൻഡ് ആപ്പിൾ ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്പിൾ മാത്രമല്ല, നമ്മുടെ സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും കൂടെ അതിലൊരു കാര്യമാണ്. ആപ്പിൾ വാച്ചിൽ കുറേയധികം ഹെൽത്ത് ബെനിഫിറ്റ്സിൻ്റെ കാര്യങ്ങൾ, മയോപ്പിയ കുറക്കണം, അതേപോലെ സ്ക്രീൻ ഡിസ്റ്റൻസ് കൂട്ടണം, നമ്മൾ ഡേ ലൈറ്റ് കുറച്ചുകൂടെ കൂടുതൽ കൊള്ളണം, അതേപോലെ കുറേയധികം കാര്യങ്ങൾ ആപ്പിൾ വാച്ചിലും ആപ്പിൾ ഹെൽത്തിലും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേർക്ക്, അതായത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വരുന്ന ഒരു ചെറിയ റിസ്ക്കുള്ള ഏരിയയാണ് കാർഡിയാക് ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഒരു സ്റ്റെത്ത് ഉണ്ടാവും, അതായത് സ്റ്റെതസ്കോപ്പ് ഉണ്ടാവും. അതിൽ നോക്കുന്നതിനെക്കാട്ടും പ്രിസൈസ് ആയിട്ടാണ് ഈ പറഞ്ഞ കാർഡിയാക് ഇഷ്യൂ അല്ലെങ്കിൽ കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സ് നോക്കുന്നത്. ആ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ പൾസ് കുറവാണ്, നമ്മുടെ കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് കുറയുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. അരക്മിയ എന്ന് പറയുന്ന കുറച്ച് രോഗങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ രോഗം അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ മനസ്സിലാക്കാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മുടെ ആപ്പിൾ വാച്ചിൽ കുറച്ച് സിസ്റ്റങ്ങളും കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ആപ്പിളും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കുഞ്ഞു കുട്ടികൾക്ക് വരെ എന്തെങ്കിലും അങ്ങനത്തെ കാർഡിയാക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അറിയാനുള്ള ഒരു ടെക്നോളജിയും ആപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു ന്യൂസ് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളായി കുറേയധികം ഇൻഫോർമേഷൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക്
ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്താൽ കുറേ കൂട്ടാറുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതെല്ലാം നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.